ഹായ് ഓൾ, എല്ലാവർക്കും PSC കോർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ കോശങ്ങളും കോശജാലങ്ങളും എന്നുള്ള 8ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ആയിരുന്നു നോക്കിക്കൊണ്ടിരുന്നത്. അതിൻ്റെ പാർട്ട് 2 ആണേ. അപ്പോൾ ഇതുവരെ എല്ലാവരും നോക്കിയിട്ടുണ്ടാവും, പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നോക്കാനുള്ളത് കോശാംഗങ്ങൾ എന്നുള്ള ആ ഒരു ടോപ്പിക് മുതലാണ് കേട്ടോ. നോക്കാം നമുക്ക് കോശാംഗങ്ങൾ, അല്ലെങ്കിൽ എന്ത് പറയും, സെൽ ഓർഗനൽസ് അല്ലേ. കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിനാവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് എന്തെന്ന് പറയുന്നത്, കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, കോശദ്രവ്യത്തിൽ കാണപ്പെടുന്നതും കോശത്തിന്റെ നിലനിൽപ്പിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതുമായ ഭാഗങ്ങളാണ് കോശാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് പ്രധാന കോശാംഗങ്ങൾ പരിചയപ്പെടാം. ആദ്യം കൊടുത്തിട്ടുള്ളത് മർമ്മം അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയും, ന്യൂക്ലിയസ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ, മർമ്മം അല്ലെങ്കിൽ ന്യൂക്ലിയസ്. കോശത്തിന്റെ നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം. കോശത്തിന്റെ എന്താണ് മർമ്മം? നിയന്ത്രണ കേന്ദ്രമാണ് മർമ്മം എന്ന് പറയുന്നത്. മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ വലക്കണ്ണികൾ പോലെ കാണപ്പെടുന്ന ഭാഗങ്ങളെയാണ് എന്തെന്ന് പറയുന്നത്, ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കാണുന്നുണ്ടല്ലോ ഈ വലക്കണ്ണികൾ പോലുള്ള ജാലകം. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഈ ഭാഗത്തെയാണ് ക്രോമാറ്റിൻ ജാലിക എന്ന് പറയുന്നത്. കോശ വിഭജന സമയത്ത് ഇവ ക്രോമസോമുകളായിട്ട് മാറും. എന്താ പ്രത്യേകത? ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ക്രോമാറ്റിൻ ജാലിക ഇവ കോശ വിഭജനം നടക്കുന്ന സമയത്ത് എന്തായിട്ട് മാറും? ക്രോമസോമുകളായിട്ട് മാറുന്നു. മർമ്മത്തിനുള്ളിൽ പിന്നെ എന്തുകൂടെയുണ്ട്? മർമ്മകം. ഇത് മർമ്മമാണ്. ഇത് മൊത്തത്തിൽ എന്താണ്? മർമ്മമാണ് അല്ലെ. ഇതിനുള്ളിൽ കാണുന്ന ഇതെന്താണ്? അതിന്റെ മർമ്മകം, അല്ലെങ്കിൽ എന്ത് പറയും, ന്യൂക്ലിയോലസ് എന്ന് പറയുന്നു. അപ്പൊ മർമ്മത്തിനുള്ളിൽ എന്ത് കാണപ്പെടുന്നുണ്ട്? മർമ്മകവും കാണുന്നുണ്ട്. അതിന്റെ മർമ്മത്തിനുള്ളിലെ ദ്രാവകത്തിൽ എന്തുണ്ട്? വലക്കണ്ണികൾ പോലെ എന്തും കാണുന്നുണ്ട്? ക്രോമാറ്റിൻ ജാലികയും കാണുന്നുണ്ട്. ഇനി നോക്കുക, ഗോൾഗി വസ്തുക്കൾ അല്ലെ. എന്താണ് ഗോൾഗി വസ്തുക്കൾ? ഇതിൽ കാണുന്ന മറ്റൊരു കോശാംഗമാണ് ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കുക. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണ് ഗോൾഗി വസ്തുക്കൾ എന്ന് പറയുന്നത്. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് പ്രോട്ടീന്, ലിപ്പിഡ് അല്ലെ, ഇതൊക്കെ സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗമാണ്. ഏത് കോശാംഗം? ഗോൾഗി വസ്തുക്കൾ. ഇങ്ങനൊരു പ്രസ്താവന തന്നാൽ ഇത് ഗോൾഗി വസ്തുക്കളാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റണം. ഓക്കെ, അപ്പോൾ ഒരു കോശത്തിൽ അടുക്കി വെച്ച സ്തരപാളികൾ പോലെ കാണപ്പെടുന്ന കോശാംഗങ്ങളാണിവ. പ്രോട്ടീനുകളും ലിപ്പിഡുകളും സ്തരസഞ്ചികളിൽ പൊതിഞ്ഞ് കോശത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും കോശത്തിന് പുറത്തേക്കും അയക്കുന്നത് ഈ കോശാംഗങ്ങളാണ്. ഓക്കെ, അത്രയും കിട്ടിയല്ലോ. ഇനി നോക്കുക, അന്തർദ്രവ്യ ജാലിക അല്ലെ, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം കോശത്തിനുള്ളിൽ കുടലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. ഓക്കെ, അന്തർദ്രവ്യ ജാലിക എന്ന് പറഞ്ഞാൽ എന്താണ്? കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി, കണ്ടല്ലോ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിവ. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും അന്തർദ്രവ്യ ജാലിക സഹായിക്കുന്നു. കോശത്തിനകത്തുള്ള കോശത്തിനുള്ളിൽ കുഴലുകളുടെ ശൃംഖലയായി കാണപ്പെടുന്ന പദാർത്ഥ സംവഹന പാതകളാണിത്. കോശത്തിന് ആവശ്യമായ വസ്തുക്കൾ നിർമ്മിക്കുന്നതിനും നീക്കം ചെയ്യുന്നതിനും ഇത് സഹായിക്കുന്നു. ഇനി അടുത്ത കോശാംഗമാണ് ഏതെന്ന് പറയുന്നത്, മൈറ്റോകോൺട്രിയ അല്ലെ. മൈറ്റോകോൺട്രിയ എന്ന് വെച്ചാൽ എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇത് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതായത് കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രം, അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നത്. കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രം ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുകയും, എന്താ ചെയ്യുന്നത്? ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. സംഭരിച്ചു വെക്കും, അത് ആവശ്യമുള്ളപ്പം അതെടുത്ത് യൂസ് ചെയ്യാനും സഹായിക്കുന്നു. അതാണ് മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. അപ്പൊ കോശത്തിലെ ഊർജോൽപാദന കേന്ദ്രം ഏതാണ്? മൈറ്റോകോൺട്രിയ. ഗ്ലൂക്കോസിന്റെ ഓക്സീകരണ ഫലമായി ലഭിക്കുന്ന ഊർജത്തെ സംഭരിച്ചു വെക്കുകയും ആവശ്യാനുസരണം വിതരണം ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ,
ഇനി നമുക്ക് എന്ത് ചെയ്യാം, ജൈവകണങ്ങൾ കൂടെ ഉണ്ട്. എന്താണ് പ്ലാസ്റ്റിഡ്സ് അല്ലെങ്കിൽ ജൈവകണങ്ങൾ എന്ന് പറയുന്നത്? ആഹാരം നിർമ്മിക്കുന്നതിനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നോട്ട് ചെയ്യാം. ആഹാരം നിർമ്മിക്കാനും സംഭരിക്കുന്നതിനും സഹായിക്കുന്ന സസ്യകോശങ്ങളുടെ പ്രത്യേക ഭാഗങ്ങളാണ് ഏതെന്ന് പറയുന്നത്? ജൈവകണങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്ത് പറയും ഇതിനെ? പ്ലാസ്റ്റിഡ്സ് എന്ന് പറയുന്നു. വിവിധ തരം ജൈവകണങ്ങൾ വ്യത്യസ്ത ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. അപ്പൊ നോക്കാം നമുക്ക് വിവിധ തരം ജൈവകണങ്ങൾ ഏതൊക്കെയുണ്ട്. ഫസ്റ്റ് കൊടുത്തിട്ടുള്ളത് ഹരിതകണങ്ങളാണ് അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയും നമ്മള്? ക്ലോറോപ്ലാസ്റ്റ് എന്ന് പറയും. ഇലകളിലും, ശ്രദ്ധിക്കുക, ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഹരിതകണങ്ങൾ. ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങൾ. ഇവയിൽ ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. ഏതാണ് ആ വർണ്ണകം? പറഞ്ഞേ, ഹരിതകം അല്ലെ. ഓക്കെ, ഇത് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാൻ സഹായിക്കുന്നു. ഇതെന്തിനു സഹായിക്കും? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് ഈ ഹരിതകണങ്ങൾ സഹായിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ ഇലകളിലും തണ്ടുകളിലും കാണപ്പെടുന്ന പച്ച നിറമുള്ള ജൈവകണങ്ങളാണ് ഹരിതകണങ്ങൾ. ഇതിൽ എന്ത് വർണ്ണകമുണ്ട്? ഹരിതകം എന്ന വർണ്ണകം അടങ്ങിയിട്ടുണ്ട്. ഇത് എന്ത് ചെയ്യും? സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്ത് ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് സഹായിക്കുന്നു. അപ്പൊ ഓക്കെ ആണല്ലോ ക്ലോറോപ്ലാസ്റ്റ് എന്താണെന്നുള്ളത്. ഇനി ക്രോമോപ്ലാസ്റ്റില് അല്ലെങ്കിൽ എന്ത് പറയും? വർണ്ണകണങ്ങൾ എന്ന് പറയുന്നു. ഇത് എവിടെ കാണുന്നത്? പഴങ്ങളിലും പൂക്കളിലും അല്ലെ, പഴം, പൂക്കൾ, ഇതിൽ കാണപ്പെടുന്ന വർണ്ണാഭമായ ജൈവകണങ്ങളാണിവ. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണങ്ങളും ഉണ്ട്. ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ. ഇത് ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ തുടങ്ങിയ നിറങ്ങൾ നൽകുന്ന വർണ്ണകങ്ങളുണ്ട്. ഈ നിറങ്ങൾ പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ജീവികളെ എന്ത് ചെയ്യും? ആകർഷിക്കുന്നു. ഈ നിറങ്ങൾ എന്താ സഹായിക്കുന്നത്? ഇത് പരാഗണത്തിനും വിത്ത് വിതരണത്തിനും സഹായിക്കുന്ന ഒരുപാട് ജീവികളെ ആകർഷിക്കുന്നു. ഓക്കെ, അപ്പൊ കിട്ടിയല്ലോ. ഇനി നോക്കുക, ശ്വേതകണങ്ങളുണ്ട് അല്ലെങ്കിൽ ല്യൂക്കോപ്ലാസ്റ്റ് എന്ന് പറയും. വിത്തുകള്, വേരുകള്, തണ്ടുകള്, എവിടെയൊക്കെ? വിത്ത്, വേര്, തണ്ട്, ഇവയിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ. ഒന്നെങ്കിൽ വെളുത്തത് അല്ലെങ്കിൽ നിറമില്ലാത്തത്. അപ്പൊ വിത്തുകള് എവിടെ കാണപ്പെടുന്നത്? പഠിക്കുക. വിത്തുകള്, വേരുകള്, തണ്ടുകൾ, ഇതിൽ കാണപ്പെടുന്ന വെളുത്തതോ നിറമില്ലാത്തതോ ആയ ജൈവകണങ്ങളാണിവ. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് ശ്വേതകണങ്ങളിലാണ്. എവിടെ? അന്നജം, എണ്ണ, പ്രോട്ടീൻ. അന്നജം, എണ്ണ, പ്രോട്ടീൻ അല്ലെ, ഇത് സംഭരിക്കുന്നത് എവിടെയാണ്? ശ്വേതകണങ്ങളിലാണ്. അന്നജം, എണ്ണ, പ്രോട്ടീൻ തുടങ്ങിയവ സംഭരിക്കുന്നത് എവിടെയാണ്? ശ്വേതകണങ്ങളിലാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത ഒരു കോശാംഗമാണ് ഫേനം എന്ന് പറയുന്നത്. വാക്യൂൾ അല്ലെ. ഫേനം എന്ന് പറയുന്നത് എന്താണ്? ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ എന്നിവ സംഭരിക്കുന്നു. സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനുകളാണ് കാണപ്പെടുന്നത്. ഫേനം എന്ന് പറയുമ്പോൾ എന്തിനാണ് സഹായിക്കുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ജലം, പോഷകങ്ങൾ, മാലിന്യങ്ങൾ അല്ലെ എന്നിവ സംഭരിക്കുന്നു. എന്തൊക്കെ സംഭരിക്കുന്നുണ്ട്? ജലമുണ്ട്, പോഷകങ്ങളുണ്ട്, അതുപോലെ മാലിന്യങ്ങൾ. ഇതും എവിടെ സംഭരിക്കുന്നു? വാക്യൂൾ അല്ലെങ്കിൽ ഫേനത്തിൽ സംഭരിക്കുന്നു. ഇനി സസ്യകോശങ്ങളിൽ പൊതുവെ വലിയ ഫേനങ്ങൾ, ഇത് ഇമ്പോർട്ടന്റ് ആണ്. സസ്യകോശങ്ങളിൽ എങ്ങനെയാണ്? പൊതുവെ വലിയ ഫേനങ്ങളാണ് കാണപ്പെടുന്നത്. മനസ്സിലായോ? ഇനി റൈബോസോം. കോശദ്രവ്യത്തിൽ സ്വതന്ത്രമായോ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്നു. റൈബോസോം എന്താ ചെയ്യുന്നത്? കോശദ്രവ്യത്തിൽ ഒന്നെങ്കിൽ സ്വതന്ത്രമായിട്ടോ അല്ലെങ്കിൽ അന്തർദ്രവ്യ ജാലികയോട് ചേർന്നോ കാണപ്പെടുന്നു. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സെന്റൻസ് പഠിച്ചു വെച്ചേക്കുക. പ്രോട്ടീൻ നിർമ്മാണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ഏതാ? റൈബോസോം ആണ്. ഏതെങ്കിലും ഒരു കോശഭാഗത്തിന്റെ ഇത് എന്താണ്? കുട്ടിയോട് പറഞ്ഞിട്ടുള്ളതാണ്, നമ്മളത് നോക്കണ്ട, നമുക്ക് ആവശ്യമില്ലല്ലോ. ഇനി സസ്യകലകൾ. ഇതും എന്താണ്? മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോഴുള്ള സസ്യകാണ്ഡത്തിന്റെ ഛേദമാണ് കൊടുത്തിട്ടുള്ളത്. ചിത്രം നോക്കാം നമുക്ക്. സമാന സ്വഭാവമുള്ള കോശങ്ങൾ എവിടെയെല്ലാം കാണപ്പെടുന്നെന്ന് സൂചകങ്ങൾക്കനുസരിച്ച് ചർച്ച ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്കിത് എന്ത് ചെയ്യാം? ഇതങ്ങോട്ട് ഫില്ല് ചെയ്യാം അല്ലെ.
ഓക്കെ, ഇത് എന്താണെന്നറിയോ? ഈ കാണുന്നത് ഇതാണ് എന്തെന്ന് പറയുന്നത്? പാരൻ കൈമ. എന്താണ്? പാരൻ കൈമ. ഓക്കെ, പിന്നെ അടുത്തത് കാണുന്നത് എന്താണ്? അടുത്തതാണ് കോളൻ കൈമ. ഈ കാണുന്നതൊക്കെയാണ് എന്തെന്ന് പറയുന്നത്? കോളൻ കൈമ. ഓക്കെ, ഇനി ഇതെന്താണെന്നറിയോ? ഇതാണ് സ്ക്ലീറൻ കൈമ. ഓക്കെ, അപ്പോ മൈക്രോസ്കോപ്പിലൂടെ നിരീക്ഷിക്കുമ്പോഴുള്ള സസ്യകാണ്ഡത്തിന്റെ ഛേദമാണ് തന്നിട്ടുള്ളത്. അതിൽ പാരൻ കൈമ കണ്ടു, കോളൻ കൈമ കണ്ടു, സ്ക്ലീറൻ കൈമ കണ്ടു അല്ലെ? ഓക്കെ, ഇതില് കട്ടിയില്ലാത്ത, എന്താണ്? കട്ടിയില്ലാത്ത കോശഭിത്തിയുള്ള കോശങ്ങള്, മൂലകങ്ങൾ മാത്രം കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ, എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ അല്ലെ? ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? കാണപ്പെടുന്നുണ്ട് അല്ലെ? അപ്പൊ ഈ കട്ടിയില്ലാത്ത കോശഭിത്തിയുള്ള കോശങ്ങൾ ഇതിലേതാണ്? കട്ടിയില്ലാത്ത കോശഭിത്തിയുള്ള കോശങ്ങൾ എന്ന് പറയുന്നത് അതായത് നേർത്ത കോശഭിത്തി അല്ലെ? അത് ഏതിനാണ്? അതാണ് പാരൻ കൈമ. ഓക്കെ, നോക്കാം നമുക്ക്. പാരൻ കൈമ, ദെൻ കോളൻ കൈമ നോക്കുക. എന്താ പ്രത്യേകത? മൂലകൾ മാത്രം കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ. അപ്പോ എന്താണ് ഇതെന്താന്ന് വെച്ചാല് പാരൻകൈമ എന്തിനാ സഹായിക്കുന്നതെന്ന് വെച്ചാല് എന്താണ് നമ്മള് ഇതില് ജീവനുള്ള കോശങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പറഞ്ഞു കട്ടിയില്ല, നേർത്ത കോശഭിത്തിയാണ്. അതുപോലെ കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. എന്താ കാണപ്പെടുന്നത്? കോശാന്തര സ്ഥലങ്ങൾ. അതിന്റെ ധർമ്മം എന്ന് വെച്ചാല് പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഏത്? പാരൻകൈമ കല. ഓക്കെ, ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഇനി മൂലകൾ മാത്രം കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ ഏതാണ്? അത് കോളൻ കൈമ. കോളൻ കൈമയിലാണ് കാണപ്പെടുന്നത്. ഇത് ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ്. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കല തന്നെയാണ് സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തിയാണ്. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം എന്തായിരിക്കും? കട്ടി കൂടുതലായിരിക്കും. ഇനി എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ള കോശഭിത്തിയുള്ള കോശങ്ങൾ ഏതിലുള്ളത് എന്നറിയോ? അത് സ്ക്ലീറൻ കൈമയിലാണ്. എവിടെയാണ്? സ്ക്ലീറൻ കൈമ കല. ഓക്കെ, ഇത് എന്താണ്? നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ്. അതൊന്ന് ശ്രദ്ധിക്കുക. ഇത് രണ്ടും ജീവനുള്ള എന്തുള്ളതാണ്? കോശങ്ങൾ അടങ്ങിയതാണ്. പക്ഷെ ഇതെന്താണ്? ഇത് നിർജീവ അല്ലെ? നിർജീവമായിട്ടുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ്. കട്ടി കൂടിയതാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതിനാൽ സസ്യഭാഗങ്ങൾക്ക് എന്ത് നൽകുന്നു? ദൃഢത, താങ്ങൊക്കെ നൽകുന്നത് സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, ദൃഢത, താങ്ങൊക്കെ നൽകുന്നത് ഏതാണ്? സ്ക്ലീറൻ കൈമയാണ്. ഓക്കെ, ഇനി ഇത് നോക്കുക. സമാനമായ കോശങ്ങളുടെ സമൂഹത്തെ എന്താ പറയാ? സമാനമായ കോശങ്ങളുടെ സമൂഹത്തെയാണ് ഈ പറയുന്ന കോശജാലം അല്ലെങ്കിൽ കലകൾ എന്ന് വിളിക്കുന്നത് അല്ലെ? നമ്മൾ അതിന് എക്സാമ്പിൾ പറഞ്ഞു. പാരൻ കൈമ, കോളൻ കൈമ, സ്ക്ലീറൻ കൈമ ഒക്കെ എന്താണ്? വിവിധ തരം കലകളാണ് അല്ലെ? ഓക്കെ, അപ്പോ സമാനമായിട്ടുള്ള കോശങ്ങളുടെ സമൂഹത്തെ കോശജാലം അല്ലെങ്കിൽ എന്ത് പറയും? അപ്പൊ കലകൾ അല്ലെങ്കിൽ എന്ത് പറയും? കോശജാലം. ഓക്കെ, ഇനി ഇത് നോക്കുക. നമ്മൾ കൃത്യമായിട്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞത് കൊടുത്തിട്ടുണ്ട്. പാരൻ കൈമ, ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവ അല്ലെ? പിക്ചറിലുള്ളത് കണ്ടല്ലോ. അതൊന്നും കൂടെ എന്തായിട്ടാണ് നമുക്ക് കാണപ്പെടുന്നത്? കുറച്ചുകൂടെ വലുതായിട്ട് അല്ലെ? ജീവനുള്ള കോശങ്ങൾ അടങ്ങിയവയാണ് പാരൻ കൈമ. കനം കുറഞ്ഞ കോശഭിത്തിയാണ്. കോശാന്തര സ്ഥലങ്ങൾ കാണപ്പെടുന്നു. അതുപോലെ പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഒന്നുകൂടെ ഈസി ആണല്ലോ പഠിക്കാനായിട്ട്. നേരത്തെ ഒന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ ഒന്ന് കിട്ടുന്നുണ്ടല്ലോ. പ്രകാശ സംശ്ലേഷണം, ആഹാര സംഭരണം തുടങ്ങിയ ധർമ്മങ്ങൾ നിർവഹിക്കുന്നു. ഏത്? പാരൻ കൈമ. ഇനി ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ചില ഭാഗങ്ങളിലെ കോശങ്ങൾക്ക് എന്തിനുള്ള കഴിവുണ്ട്? വിഭജിക്കാനുള്ള കഴിവുണ്ട്.
ഇനി കോളം കൈമ നോക്കൂ. ജീവനുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ് സെല്ലുലോസ്, പെക്റ്റിൻ തുടങ്ങിയ പദാർത്ഥങ്ങളാൽ നിർമ്മിതമായ കോശഭിത്തിയാണുള്ളത്. കോശഭിത്തിയുടെ ചില ഭാഗങ്ങളിൽ മാത്രം കട്ടി കൂടുതലായിരിക്കും. സസ്യഭാഗങ്ങളുടെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നു. അടുത്തത് സ്ക്ലീറൻ കൈമ അല്ലെ. നിർജീവമായ കോശങ്ങൾ അടങ്ങിയ കലയാണ്. നമ്മൾ പറഞ്ഞു അല്ലെ, നിർജീവമായിട്ടുള്ള കോശങ്ങൾ അടങ്ങിയ കലയാണ്. കട്ടി കൂടിയ കോശഭിത്തിയാണ്. കോശഭിത്തിയുടെ എല്ലാ ഭാഗത്തും ഒരുപോലെ കട്ടിയുള്ളതായതിനാൽ സസ്യഭാഗങ്ങൾക്ക് ദൃഢത അതുപോലെ താങ്ങും നൽകുന്നു. ഇപ്പോ കോളൻ കൈമ, പാരൻ കൈമ, കോളൻ കൈമ അതുപോലെ സ്ക്ലീറൻ കൈമ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഓക്കെ, ഇനി നോക്കുക. ചുവടെ നൽകിയിരിക്കുന്ന ചിത്രം നമ്മോട് പരിശോധിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് അവിടെ കാണുന്നത്? സൈലം ഉണ്ട്, ഫ്ലോയം ഉണ്ട് അല്ലെ. സൈലം, ഫ്ലോയം നോക്കാം. വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് സൈലവും ഫ്ലോയവും. അതിനാൽ ഇവയെ സങ്കീർണ കലകളെന്ന് അല്ലെങ്കിൽ കോംപ്ലക്സ് ടിഷ്യൂസ് എന്നാണ് വിളിക്കുന്നത്. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം നടക്കുന്നത് സൈലത്തിലൂടെയാണ്. ഇലകളിലേക്കുള്ള ജലം, ലവണങ്ങൾ എന്നിവയുടെ സംവഹനം ഏത് വഴിയാണ്? ഏത് ത്രൂ ആണ്? സൈലത്തിലൂടെയാണ് നടക്കുന്നത്. ഇലകൾ നിർമ്മിക്കുന്ന ആഹാരത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നത് അത് നേരെ തിരിച്ചുള്ളതാരാണ്? ഫ്ലോയം കലകളാണ്. ഓക്കെ, പിന്നെ ഇത് നമ്മോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്? ഫില്ല് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്കിപ്പോ അറിയാലോ. നമ്മോടല്ല, കുട്ടിയോട് പറഞ്ഞതാണ്. നമുക്ക് എന്ത് ചെയ്യാം? അതറിയാം. ഇനി നോക്കുക, മെരിസ്റ്റമിക കലകളാണ് ഇനി നോക്കാനുള്ളത്. മെരിസ്റ്റമിക കലകൾ അല്ലെങ്കിൽ മെരിസ്റ്റമാറ്റിക് ടിഷ്യൂസ് അല്ലെ. നിരന്തരമായി വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് മെരിസ്റ്റമിക കലകൾ. എന്താ അതിന്റെ പ്രത്യേകത? നിരന്തരമായിട്ട് വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണ് ഏത് കലകള്? മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം ഏത് കോശങ്ങളാണ്? മെരിസ്റ്റമിക കോശങ്ങളാണ്. കിട്ടുമല്ലോ. മെരിസ്റ്റമിക കോശങ്ങളാണ് സസ്യ വളർച്ചയ്ക്ക് കാരണം അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നിരന്തരമായിട്ട് വിഭജിക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചർ നോക്കുക. നിറയെ എന്താണ് കോശദ്രവ്യം, അതുപോലെ എന്തുണ്ട്? വലിയൊരു മർമ്മമാണെന്നുണ്ട് നേരിയ കോശഭിത്തി. ഈ വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം. വേര്, കാണ്ഡം അല്ലെ, ഇതിന്റെയൊക്കെ അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റമാണ് അഗ്രമെരിസ്റ്റം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് പറയും. വശങ്ങളിൽ കാണപ്പെടുന്നവയെ എന്ത് പറയും? പാർശ്വമെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്ന് പറയുന്നു. എപ്പിക്കൽ മെരിസ്റ്റം, അഗ്രമെരിസ്റ്റം, എന്താണ് ലാറ്ററൽ മെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം. ഏകബീജ പത്രസസ്യങ്ങളിൽ രണ്ട് പർവ അല്ലെങ്കിൽ നോഡ്സുകൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം. ഓക്കെ, ഏകബീജ പത്രസസ്യങ്ങളിൽ രണ്ട് പർവങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് ഏതെന്ന് പറയുന്നത്? അതാണ് പർവാന്തര മെരിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ മനസ്സിലായി? നിരന്തരമായിട്ട് വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാണ് ഏതെന്ന് പറയുന്നത്? മെരിസ്റ്റമിക കലകൾ എന്ന് പറയുന്നത്. സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് കാരണം എന്താണ്? അപ്പോ മെരിസ്റ്റമാറ്റിക് കോശങ്ങളാണ്. അതിന്റെ സവിശേഷത എന്തൊക്കെയാണ്? നമ്മൾ നേരത്തെ പിക്ചർ കണ്ടല്ലോ. തിങ്ങിയ കോശദ്രവ്യമുണ്ട്, വലിയ മർമ്മമുണ്ട്. കണ്ടല്ലോ, ഓർമ്മയുണ്ടല്ലോ. മറക്കല്ലേ. നിറയെ കോശദ്രവ്യമുണ്ട്, വലിയ മർമ്മമുണ്ട്, നേരിയ കോശഭിത്തിയും ഉണ്ട്. ഓക്കെ, അത്രയാണ് അതില്. പിന്നെ എന്താണ്? മെരിസ്റ്റം 3 തരം ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ അല്ലെ. അഗ്രമെരിസ്റ്റം, പാർശ്വമെരിസ്റ്റം, പൂർവാന്തര മെരിസ്റ്റം. ഇനി എന്താണ്? പിന്നെ വേരിന്റെയും കാണ്ഡത്തിന്റെയും അഗ്രഭാഗത്ത് കാണപ്പെടുന്ന മെരിസ്റ്റം ഓർത്തോക്കിക്കേ. ഏതാണ്? അഗ്രമെരിസ്റ്റം അല്ലെ. വശങ്ങളിൽ കാണപ്പെടുന്നവയെ പാർശ്വമെരിസ്റ്റം അല്ലെങ്കിൽ ലാറ്ററൽ മെരിസ്റ്റം എന്ന് വിളിക്കുന്നു. ഇനി ഏകബീജ പത്രസസ്യങ്ങളിൽ രണ്ട് പർവങ്ങൾക്കിടയിൽ കാണുന്ന മെരിസ്റ്റമാണ് പർവാന്തര മെരിസ്റ്റം അല്ലെങ്കിൽ ഇന്റർ കാലറി മെരിസ്റ്റം എന്നുകൂടെ പറയൂ ട്ടോ. ഓക്കെ, ഇനി എന്താണ് നോക്കുക. ഈ പിക്ചർ ഒന്ന് നോക്കുക കേട്ടോ. കാണ്ഡത്തിന്റെ അഗ്രം, ഇത്
കാണ്ഡത്തിന്റെ അഗ്രം, ഇതെന്താണ് വേരിന്റെ അഗ്രം. കാണ്ഡത്തിന്റെ അഗ്രം, വേരിന്റെ അഗ്രം. ഇവിടെ നമുക്ക് കാണാൻ പറ്റും എന്ത് അഗ്രമെരിസ്റ്റം കാണാൻ പറ്റും, അതുപോലെ പാർശ്വമെരിസ്റ്റം കാണാൻ പറ്റും അല്ലെ. ഓക്കെ, ഇത് വേരിന്റെ അഗ്രത്തിൽ എന്ത് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, അഗ്രമെരിസ്റ്റം കാണാൻ പറ്റും. പാർശ്വമെരിസ്റ്റം രണ്ടും കണ്ടല്ലോ. അഗ്രമെരിസ്റ്റം വേരിന്റെ അഗ്രത്തിൽ ഇങ്ങനെയും കാണ്ഡത്തിന്റെ അഗ്രം അല്ലെ മുകളിലും. ഓക്കെ, ഇനി മുള പോലുള്ള സസ്യങ്ങളിൽ കാണ്ഡം എന്ത് ചെയ്യൂല, വണ്ണം വെക്കില്ല. അതിന് കാരണം എന്തായിരിക്കും? എന്താണെന്ന് പറഞ്ഞേ? നമുക്ക് എന്താണ് അറിയാം, എന്തെന്ന് ഈ എന്ത് പാർശ്വമെരിസ്റ്റം അല്ലെ, സസ്യങ്ങളിൽ പാർശ്വമെരിസ്റ്റം കാര്യമായിട്ട് എവിടെ ഇല്ല, മുളകളിൽ ഇല്ല. അതുകൊണ്ട് കാണ്ഡം എന്തായിട്ട് സാധാരണയായിട്ട് എന്ത് ചെയ്യൂല, വണ്ണം വെക്കൂല. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ പാർശ്വമെരിസ്റ്റാണ് കാണ്ഡത്തിന്റെ വണ്ണം വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ മുളയുടെ കാണ്ഡം എന്ത് ചെയ്യൂല, സാധാരണയായിട്ട് വണ്ണം വെക്കാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് ഈ മുള പോലുള്ള ഏകബീജപത്ര സസ്യങ്ങളിൽ പാർശ്വമെരിസ്റ്റം എന്താണ് കാര്യമായിട്ട് ഇല്ല. അതുകൊണ്ട് കാണ്ഡം സാധാരണയായിട്ട് വണ്ണം വെക്കൂല. അത്രയേ ഉള്ളൂ. ഇനി നോക്കുക, സ്ഥിരകാല അല്ലെ. എന്താണ് സ്ഥിരകാല? ഓക്കെ, സ്ഥിരകാല. ഓക്കെ, സ്ഥിരകാല. വിഭജന ശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങൾ, അതിനെയാണ് പെർമനന്റ് അല്ലെ. പെർമനന്റ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ അറിയാലോ. വിഭജന ശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളെ സ്ഥിരകല എന്നാണ് അറിയപ്പെടുന്നത്. പാരൻ കൈമ, സ്ക്ലീറൻ കൈമ, കോളൻ കൈമ, സൈലം, ഫ്ലോയം എന്നിവ സ്ഥിരകലകൾക്ക് ഉദാഹരണങ്ങളാണ്. വിഭജന ശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളാണ് സ്ഥിരകല എന്ന് പറയുന്നത്. എന്താണ് ഈ പാരൻ കൈമയും സ്ക്ലീറൻ കൈമയും കോളൻ കൈമയും സൈലം, ഫ്ലോയം ഇവ എന്തിന് എക്സാമ്പിൾ ആണ്? എന്തിന് സ്ഥിരകലകൾക്ക് ഉദാഹരണമാണ്. അതൊന്ന് ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തു വെച്ചേക്കുക. ഇതുണ്ടല്ലോ മുളയുടെ പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്ന സ്ഥാനം, പർവാന്തര മെരിസ്റ്റം കാണപ്പെടുന്ന സ്ഥലം. ഓക്കെ, അത് നോക്കി വെക്കുക. ഇത് എന്താണെന്ന് വെച്ചാൽ പർവാന്തര മെരിസ്റ്റം ഇതിന്റെ സ്ഥാനം മുളകൾ പോലെയുള്ള സസ്യങ്ങൾക്ക് എന്തിനെ നീളം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് കേട്ടോ. നീളം കൂട്ടുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. ഓക്കെ, ഇനി ഇതൊന്ന് ഫില്ല് ചെയ്ത് നോക്കുക, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. ആദ്യം ഒന്ന് പോസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കൂടെ എന്ത് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ പറയുന്നതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ. സസ്യകലകൾ ഏതൊക്കെയാണ്? മെരിസ്റ്റമിക കലകളുണ്ട്, അതുപോലെ സ്ഥിരകലകളുണ്ട് അല്ലെ. മെരിസ്റ്റമിക കലകളുണ്ട്, സ്ഥിരകലകളുണ്ട്. എന്താണ് മെരിസ്റ്റമിക കല നമ്മൾ പറഞ്ഞു, അതുപോലെ സ്ഥിരകല എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഓക്കെ, അപ്പോൾ നോക്കുക, എന്താണ് ഇതിലെ വരുന്നതാണ് മെരിസ്റ്റമിക കലകളിൽ വരുന്നതാണ് അഗ്രമെരിസ്റ്റം. പിന്നെ ഇതുണ്ട് നമ്മൾ പറഞ്ഞത് പാർശ്വമെരിസ്റ്റം. പിന്നെ ഇതുണ്ട് പർവാന്തര മെരിസ്റ്റം. ഓക്കെ, കിട്ടുന്നുണ്ടല്ലോ, പർവാന്തര മെരിസ്റ്റം. ഇനി ലളിതകല, സ്ഥിരകലയെ ലളിതകലയെന്നും അതുപോലെ എന്തും സങ്കീർണ കലയെന്നും തിരിക്കാം. സങ്കീർണ കല അല്ലെ, നമ്മൾ പഠിച്ചതാണ്, ജസ്റ്റ് ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നുള്ളൂ. ലളിത കലകൾ ഏതൊക്കെയാണ്? പാരൻ കൈമ, കോളൻ കൈമ, അതുപോലെ സ്ക്ലീറൻ കൈമ. പിന്നെ ഏതാണ് ഇത്? എന്താണ് സങ്കീർണ കലകൾക്ക് എക്സാമ്പിള്? സൈലവും ഫ്ലോയവും അല്ലെ. സൈലം അതുപോലെ എന്തുണ്ട്, ഫ്ലോയവും അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇപ്പൊ ഇത്രയും ഓക്കെ ആണല്ലോ. നമുക്കറിയാം മെരിസ്റ്റമിക കല എന്ന് പറയുമ്പോൾ എന്താണ്, നിരന്തരമായിട്ട് വിഭജിക്കാൻ കഴിവുള്ള കോശങ്ങളാൽ നിർമ്മിതമാണെന്നറിയാം. സ്ഥിരകല എന്ന് പറയുമ്പോൾ വിഭജനശേഷി നഷ്ടപ്പെട്ട കോശ സമൂഹങ്ങളെയാണ് നമ്മൾ പെർമനന്റ് ടിഷ്യൂ അല്ലെങ്കിൽ സ്ഥിരകല എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കിട്ടുമല്ലോ. എന്തുകൊണ്ടാണ് സങ്കീർണ കലകൾ എന്ന് പറയുന്നത്? സൈലത്തെയും ഫ്ലോയത്തെയും വ്യത്യസ്ത ആകൃതിയും വലിപ്പവുമുള്ള കോശങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് അല്ലെ. അതുകൊണ്ട് ഇവയെ നമ്മൾ എന്ത് പറയുന്നു? സങ്കീർണ കലകൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ലളിത കലകളോ? ഒരേ തരത്തിലുള്ള കോശങ്ങളാൽ നിർമ്മിതമായ കലകളാണ് ലളിത കലകൾ. ഇനി എന്ത് ചെയ്യണ്ട, നമുക്ക്
എന്താ പറയാ, ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ, എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. ഇത് നോക്കുക, ജന്തുകോശം അല്ലെ. ജന്തു ശരീരവും വിവിധ ഇനം കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണല്ലോ, ആണല്ലോ അല്ലെ. ജന്തുകോശങ്ങളിലെ കോശാംഗങ്ങൾ ഏതെല്ലാമാണ്? ചിത്രീകരണം ഇത് നിരീക്ഷിച്ചിട്ട് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഒന്ന് നോക്കുക നിങ്ങള്, കണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഭാഗങ്ങളൊന്ന് അടയാളപ്പെടുത്താം അല്ലെ. ഇതിന്റെ ഈ കാണുന്നത് ഇതെന്താണ്? പുറംഭാഗത്ത് കാണപ്പെടുന്നത് ഇതാണ് കോശസ്തരം. ഏതാണ്? കോശസ്തരം. എന്താ അറിയപ്പെടുന്നത്? കോശസ്തരം. ഇനി ഇതിലാണ് എന്തുള്ളത്? കോശദ്രവ്യം എന്താണെന്നുള്ളതൊക്കെ നമ്മൾ പറയും. കോശദ്രവ്യം കാണാം. പിന്നെ നമുക്ക് എന്ത് കാണാം? ഇവിടെ ഈ കാണുന്നതാണ് എന്തെന്ന് പറയുന്നത്? മർമ്മരന്ധ്രം. എന്താണ്? മർമ്മരന്ധ്രം. ഓക്കെ, ഇനി ഇത് നോക്കുക, ഇതെന്താണെന്നറിയോ? അതാണ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അറിയാലേ? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇവിടെ സെൻട്രിയോള് കാണാൻ പറ്റുന്നുണ്ട്. ഇനി എന്താണ്? പിന്നെ താഴെ നോക്കൂ, ഇത് കണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. ഗോൾജി കോംപ്ലക്സ് അല്ലെ, ഗോൾജി കോംപ്ലക്സ്. ഗോൾജി കോംപ്ലക്സ്. പിന്നെന്തുണ്ട്? ഈ കാണുന്നത് എന്താ? ഇപ്പോ കിട്ടുന്നുണ്ടാവും, പിക്ചർ സഹിതം നമ്മൾ പഠിച്ചതാണ്. എന്താണ്? അതാണ് മൈറ്റോകോൺട്രിയ അല്ലെ, മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത്. ഓക്കെ, മൈറ്റോകോൺട്രിയ. ഇനി ഇവിടെ നമുക്ക് ലൈസോസോം കാണപ്പെടുന്നു. സെൻട്രിയോൾ എന്തിനാ സഹായിച്ചത്? കോശ വിഭജനത്തിന് അല്ലെ, അത് ഞാൻ പറഞ്ഞില്ല അല്ലെ. ലൈസോസോം എന്തിനാ സഹായിക്കുന്നത്? അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നു. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സസ്യകോശങ്ങളിൽ കാണപ്പെടാത്ത ചില കോശാംഗങ്ങൾ നമ്മൾ ജന്തുകോശങ്ങളിൽ കണ്ടു അല്ലെ. കാണപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, കണ്ടു അല്ലെ. അപ്പോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഭാഗങ്ങളും സസ്യകോശത്തിലുണ്ടോ ജന്തുകോശത്തിലുണ്ടോ അതിന്റെ ധർമ്മം എന്തൊക്കെയാന്നുള്ളത് നോക്കാം. ആദ്യം കോശഭിത്തി അല്ലെ. കോശഭിത്തി എന്ന് പറയുമ്പം അതെന്താണ്? അത് എന്താണ്? സസ്യകോശത്തിൽ കാണപ്പെടുന്നു. എന്നാൽ ജന്തുകോശത്തിൽ കോശഭിത്തി ഉണ്ടോ? കോശഭിത്തി ഉണ്ടോ? ഇല്ല അല്ലെ, കാണപ്പെടുന്നില്ല. ഓക്കെ, അതിന്റെ ധർമ്മം എന്താണ്? കോശഭിത്തിയുടെ ധർമ്മം സംരക്ഷണവും ആകൃതിയും നൽകുന്നു. ഓക്കെ, നിങ്ങൾ എഴുതി വെച്ചേക്കാം, ഇതില് സ്ഥലമില്ലാത്തതുകൊണ്ടാണ്. സംരക്ഷണവും അതുപോലെ ആകൃതിയും നൽകുന്നത് എന്താണ്? കോശഭിത്തിയാണ്. അപ്പൊ കോശഭിത്തി സസ്യകോശത്തിൽ മാത്രമേ ഉള്ളൂ. ഇനി സെൻട്രിയോള് നോക്കുക. സസ്യകോശത്തിൽ നമ്മൾ സെൻട്രിയോള് പഠിച്ചോ? ഇല്ല. അപ്പൊ അവിടെ അത് കാണപ്പെടുന്നില്ല. ഇനി ജന്തുകോശത്തിന്റെ കാര്യത്തിലാണെങ്കിൽ അവിടെ നമ്മൾ സെൻട്രിയോള് കണ്ടു അല്ലെ. കോശവിഭജനത്തിന് സഹായിക്കുന്നതാണ് ഈ സെൻട്രിയോള്, അത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ജൈവകണങ്ങൾ നോക്കാം. സസ്യകോശത്തിലുണ്ടോ ജൈവകണങ്ങള്? നമ്മൾ പഠിച്ചില്ലേ, ഓരോന്നും പഠിച്ചല്ലോ. ഓക്കെ, ഒരു ബോക്സിൽ കണ്ടല്ലോ. അപ്പൊ അത് ഓക്കെയാണ്, ശരിയാണ്. എന്നാല് ഇവിടെ ജന്തുകോശത്തിൽ എന്തില്ല? ജൈവകണങ്ങൾ കാണപ്പെടുന്നില്ല. മനസ്സിലായോ? ഏതൊക്കെയായിരുന്നു വിവിധ ജൈവകണങ്ങള്? ഹരിതകണങ്ങള്, വർണ്ണകണങ്ങള്, ശ്വേതകണങ്ങൾ, ഇതൊക്കെ അല്ലെ. ഓക്കെ, ഇനി എന്താണ് ഇതിന്റെ ധർമ്മങ്ങൾ? എന്താണ്? ആഹാരം നിർമ്മിക്കാനും സംഭരിക്കാനുമാണ്. എന്തിനാണ് ജൈവകണങ്ങള്? ആഹാരം നിർമ്മിക്കാനും സംഭരിക്കാനും ആണ് സസ്യകലകളിൽ ഇത് സസ്യകോശത്തിൽ സഹായിക്കുന്നത്. ഇനി ലൈസോസോം നോക്കാം. ലൈസോസോം നമ്മൾ ഇവിടെ കണ്ടോ സസ്യകോശത്തില്? ഇല്ല അല്ലെ. ജന്തുകോശത്തിൽ നമ്മൾ കണ്ടു. ഇനി ഇതിന്റെ ധർമ്മം എന്താണ്? നമ്മൾ അതിൽ കണ്ടല്ലോ, അന്യവസ്തുക്കളെ ദഹിപ്പിക്കുന്നു. എന്താ ചെയ്യുന്നത്? അന്യവസ്തുക്കളെ എന്ത് ചെയ്യുന്നു? ദഹിപ്പിക്കുന്നു. ഓക്കെ, ഇനി ജന്തുകലകൾ, വിവിധ തരം ജന്തുകലകളെ പറ്റി തന്നിരിക്കുന്ന വിവരണം വിശകലനം ചെയ്യാം. നമുക്ക് നോക്കാം ജന്തുകലകൾ, വിവിധ തരം ജന്തുകലകൾ കേട്ടോ.
ഓക്കെ, ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ആവരണ കല കാണാൻ പറ്റും അല്ലെ. ശരീരത്തിന്റെ പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ്? അതാണ് ആവരണ കല എന്ന് പറയുന്നത്. ആവരണ കല എന്ന് വെച്ചാൽ എന്താണ്? ശരീരത്തിലെ എന്താണ് പ്രതലങ്ങളെയും ആന്തരിക അവയവങ്ങളെയും പൊതിഞ്ഞ് സംരക്ഷിക്കുന്നത് ഏതാണ്? ആവരണ കലയാണ്. ആവരണ കലക്ക് എക്സാമ്പിൾ പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? നമ്മുടെ ചർമ്മം അല്ലെ, ചർമ്മം എന്താണ്? ആന്തര കലകൾക്ക് എക്സാമ്പിൾ ആണ്. വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇപ്പോ ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് എക്സാമ്പിൾ ആണ് ശ്വാസകോശത്തിലെ എപ്പിത്തീലിയം എന്ന് പറയുന്നത്. നോട്ട് ചെയ്ത് വെച്ചേക്കുക, ആവശ്യം വരും. ശ്വാസകോശത്തിലെ എപ്പിത്തീലിയം. ഇനി വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നതിന് എക്സാമ്പിൾ ഏതാണെന്നറിയോ? അത് ഏതാണ്? ചെറുകുടലിലെ എപ്പിത്തീലിയം. എന്താണ്? ചെറുകുടലിലെ എപ്പിത്തീലിയം വിവിധ പദാർത്ഥങ്ങളുടെ ആഗിരണത്തെ സഹായിക്കുന്നു. ഇനി ശ്വാസകോശത്തിലെ എപ്പിത്തീലിയന്റെയും ശ്ലേഷ്മം പോലുള്ള സ്രവങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഇനി അടുത്ത നോക്കുക, സംയോജക കല. സംയോജക കല അല്ലെങ്കിൽ എന്ത് പറയും? നമ്മൾ ആവരണ കലക്ക് എന്താ പറയാ? എപ്പിത്തീലിയൽ ടിഷ്യൂ എന്ന് പറഞ്ഞു അല്ലെ, ഞാൻ പറഞ്ഞല്ലോ. ഇനി സംയോജക കല അല്ലെങ്കിൽ എന്ത് പറയും? കണക്റ്റീവ് ടിഷ്യൂ. ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങൾക്ക് താങ്ങ് നൽകുന്നു. അതുപോലെ വിവിധ ഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു, കണക്ട് ചെയ്യുന്നു അല്ലെ, കണക്റ്റീവ് ടിഷ്യൂ. അസ്ഥി, രക്തം, നാരുകല എന്നിവ സംയോജക കലകളാണ്. ഏതൊക്കെ? നമ്മുടെ അസ്ഥി, അതുപോലെ രക്തം, നാരുകല, ഇതൊക്കെ എന്താണ്? സംയോജക കലകളാണ്. കിട്ടുമല്ലോ. ഇനി നോക്കുക, ഇനി പേശികല അല്ലെ, അല്ലെങ്കിൽ എന്ത് പറയും പേശികലക്ക്? മസ്കുലാർ ടിഷ്യൂ എന്ന് പറയും. എന്താണ്? മസ്കുലാർ ടിഷ്യൂ. ഓക്കെ, മസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ശരീര ചലനങ്ങളെ സഹായിക്കുന്നു. ശരീരചലനത്തെ സഹായിക്കുന്നത് പേശികളെയാണ്. സങ്കോചിക്കാനും പൂർവസ്ഥിതി പ്രാപിക്കാനും കഴിവുള്ള കോശങ്ങളാൽ എന്താണ് ഇത്? നിർമ്മിതമാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് കിട്ടുമോ? അതിന് എക്സാമ്പിൾ ആണ് അസ്ഥിപേശി അല്ലെ, നമുക്കറിയാം അല്ലെ. അസ്ഥിപേശിയുണ്ട്, പിന്നെ ഏതുണ്ട്? അസ്ഥിപേശിയുണ്ട്, പിന്നെ ഏതാ? ഹൃദയപേശി, അസ്ഥിപേശി, ഹൃദയപേശി, പിന്നെ ഏതുണ്ട്? മിനുസപേശി. മിനുസ പേശിയല്ല. ഓക്കെ, മിനുസ പേശി. ഇനി അടുത്തത് നെർവസ് ടിഷ്യൂ ആണ്. നാഡീകല അല്ലെങ്കിൽ എന്ത് പറയും? നെർവസ് ടിഷ്യൂ. നെർവസ് ടിഷ്യൂ എന്ന് വെച്ചാൽ എന്താണ്? സന്ദേശ വിനിമയം സാധ്യമാക്കാൻ സഹായിക്കുന്നു. സന്ദേശ വിനിമയം സാധ്യമാക്കുന്നു. ഈ ഫങ്ഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് ഇത് ഏതിൻ്റെ എന്ന് ചോദിക്കാൻ വളരെ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ നമ്മോട് ഞാൻ ചോദിക്കുകയാണ്, സന്ദേശവിനിമയം സാധ്യമാക്കുന്നു, ശാരീരിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് ഏത് കലയാണെന്ന് ചോദിച്ചാൽ നമുക്ക് കിട്ടുമല്ലോ. അപ്പം സംയോജക കല തന്നിട്ടുണ്ടാവും, പേശി കല തന്നിട്ടുണ്ടാവും, നാഡീകല തന്നിട്ടുണ്ടാവും. ഏതാണ്? അത് നാഡീകലയാണ് അല്ലെ. അതിന് എക്സാമ്പിൾ ആണ് എന്താണ്? ഏതൊക്കെ? മസ്തിഷ്കം, നാഡികളൊക്കെ അതിന് എക്സാമ്പിൾ ആണ് കേട്ടോ. മസ്തിഷ്കം, അതുപോലെ ഏത്? നാഡികൾ ഇതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ഇത് നോക്കിക്കേ, വിത്തുകോശം അല്ലെ, വിത്തുകോശങ്ങൾ. ഈ വിത്തുകോശങ്ങൾ എന്താണ് നോക്കാം. പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ് സ്റ്റെം സെൽസ് അല്ലെങ്കിൽ എന്ത് പറയുന്നത്? വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. പേശീകോശങ്ങൾ, നാഡീകോശങ്ങൾ, രക്തകോശങ്ങൾ, ഇങ്ങനെ വിവിധ തരം പേശീകോശം, നാഡീകോശം, രക്തകോശം എന്നിങ്ങനെ വിവിധ തരം കോശങ്ങളായി വികസിക്കാൻ കഴിയുന്ന ശരീരത്തിലെ സവിശേഷ കോശങ്ങളെയാണ്
വിത്ത് കോശങ്ങൾ എന്ന് പറയുന്നത്. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയും എന്നതിനാൽ അവയെ ശരീരത്തിന്റെ എന്തെന്നറിയപ്പെടുന്നു? മാസ്റ്റർ കോശങ്ങൾ എന്ന് പറയുന്നു. പുതിയ ഇനം കോശങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നത് കൊണ്ട് അവയെ ശരീരത്തിന്റെ മാസ്റ്റർ കോശങ്ങൾ എന്ന് വിളിക്കുന്നു. അപ്പൊ ഏതാണ് മാസ്റ്റർ കോശം എന്ന് പറയുന്നത്? വിത്ത് കോശങ്ങളാണ് അല്ലെ. ജീർണിച്ച കോശങ്ങളെ ഒഴിവാക്കി പുതിയ കോശങ്ങൾ വളരാനും മുറിവുകൾ ഉണങ്ങാനും വിത്ത് കോശങ്ങൾ സഹായിക്കുന്നു. ആധുനിക വൈദ്യശാസ്ത്രത്തിൽ വിത്ത് കോശങ്ങൾക്ക് സവിശേഷ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിൽ പറയുന്നത്. പിന്നെന്താണ്, പല ആകൃതിയിലും അതുപോലെ വലുപ്പത്തിലുള്ള പല ആകൃതിയിലും വലുപ്പത്തിലുമുള്ള എത്രയെത്ര ജീവികളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ജീവജാലങ്ങളിൽ ഒട്ടേറെ സാമ്യതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാ ജീവജാലങ്ങളും കോശങ്ങളാൽ നിർമ്മിതമാണെന്നുള്ളതാണ്. ജീവജാലങ്ങളിലെ ഈ പൊതു സവിശേഷതകൾ നമ്മെ നയിക്കുന്നത് ജീവന്റെ അടിസ്ഥാനം ഒന്നാണെന്ന യാഥാർത്ഥ്യത്തിലേക്കാണ്. അത്രയും കാര്യം ഓർത്തു വച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ചെയ്യാനുള്ളത്, പഠിക്കാനുള്ളത്. നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാർട്ട് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ആദ്യത്തെ പാർട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്നാലും സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവുള്ളൂ കേട്ടോ. പിന്നെ ഇതിലെല്ലാം നമ്മളെല്ലാ കാര്യവും ഈ വിലയിരുത്താം എന്നുള്ളതിൽ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്, കൃത്യമായിട്ട് പറഞ്ഞു പോയിട്ടുള്ളതാണ്. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, ഫില്ല് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ ശരി, താങ്ക് യു.